ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും. ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലൂഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവജകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വര ശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവജകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യമെടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ. നമസ്കാരമാണ്. എൻ്റെ അനുഭവം കുറിച്ചാണ് ഞാനിവിടെ പറയാൻ വന്നത്. എന്ന് വെച്ചാൽ ഞാൻ ശരിക്കും കുറേ ആശുപത്രിയിൽ പോയി, കുറേ ആയുർവേദ മരുന്ന് കഴിച്ച് ഇതിലൊന്നും കുറഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഇവിടെ അമ്മയെ വന്ന് കണ്ടതിന് ശേഷമാണ് എൻ്റെ കാലിലുള്ള ഇത് മാറിയത്. എൻ്റെ കാല് ഇങ്ങനെ അല്ലായിരുന്നു. എൻ്റെ കാല് ഭയങ്കരമായിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ ആ ഒരു വിഷമമായിരുന്നു എൻ്റെ കാലിൽ. ഇവിടെ വന്നപ്പോഴാണ് എനിക്കിത് ഇത്രയും പൂർണ്ണമായിട്ട് പകുതി മാറി. പക്ഷേ പൂർണ്ണമായിട്ട് അമ്മ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇവിടെ വരണത് വരയ്ക്കും ഒരു തുള്ളി വിശ്വാസം ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള മാമിയാണ് പറഞ്ഞത് കാലിങ്ങനെ ഇരിക്കണോണ്ട് എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. ഞാൻ ഇവിടെ വന്ന് ഇരുന്നപ്പം പോലും എനിക്ക് ഇത് മാറും അങ്ങനെ ഒന്നും എനിക്ക് ഒട്ടും എൻ്റെ ഇതിലില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ പിറ്റേന്ന് തന്നെയാണ് എൻ്റെ കാലിൽ പൂർണ്ണമായിട്ടുള്ള മാറ്റം എനിക്ക് പിറ്റേന്ന് തന്നെയാണ് തിരിച്ചറിയാൻ പറ്റി. അപ്പോൾ ഞാൻ ഒരുപാട് അമ്മയ്ക്കാണ് കടമപ്പെട്ടിട്ടുള്ളത്. ഭാരതി അമ്മ വിചാരിച്ചതുകൊണ്ടാണ് എൻ്റെ കാലിൽ ഇത് മാറിയത്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല എൻ്റെ കാലിലിങ്ങനെ മാറുമെന്ന് വെച്ചാൽ ആശുപത്രിയിൽ ഞാനൊരു 2 വർഷത്തോളം ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അതിൽ കുറേയാതെ വൈദ്യന്മാരോടെ പോയി. ആ വൈദ്യനോടെന്ന് പറഞ്ഞാൽ ഒരു 4-5 വൈദ്യൻ്റെ കൂടെ 2 വർഷത്തോളം അങ്ങനെ വാങ്ങിച്ച്. അതിൽ കുറയാത്തതുകൊണ്ട് ആയുർവേദം കാണിച്ചു. അതിലും കുറയാതെ 5 വർഷം ആയി എൻ്റെ കാലിങ്ങനെ വന്നിട്ട്. പക്ഷേ എൻ്റെ ആദ്യത്തെ ഫോട്ടോ ഇവിടെ അമ്മ എടുത്തായിരുന്നു. ഇവിടെ വന്ന് ഞാൻ അമ്മയ്ക്ക് കാണിച്ചിരുന്നു. അപ്പോഴേ ആ അവസ്ഥയും ഇപ്പം ഈ കാലിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയും കാണുമ്പോൾ തന്നെ അറിയാം. ഇവിടെ വന്ന് അമ്മയെ കണ്ട് അല്ലേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. അല്ല ഞാനിത് പറയണമെന്ന് പറഞ്ഞിട്ട് അല്ല, ഇവിടെ വരണം. ഇവിടെ വന്നിട്ട് അമ്മയിലുള്ള അനുഭവം സ്വന്തമായിട്ട് മറ്റുള്ളവർക്ക് തിരിച്ചറിഞ്ഞാലേ അനുഭവത്തോടെയാണ് ഞാൻ പറയണത്. ഞാൻ ഇവിടെ വരണത് വരയ്ക്കും എനിക്ക് പൂർണ്ണമായിട്ട് ഇത് മാറുന്നോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റം വന്ന്. അല്ലാതെ എനിക്ക് കുറേ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് കുറേശ്ശെ മാറിക്കൊണ്ട് വരുന്നു. അപ്പം എന്തായാലും ഇത് എനിക്ക് മാറുന്നുള്ള വിശ്വാസമായി. എന്ന് വെച്ചാൽ എനിക്ക് പകുതി കൂടുതൽ എൻ്റെ കാലുകോണമായി എന്നാണ് എൻ്റെ ഇത്. അപ്പോഴേ മറ്റുള്ളവർക്ക് ഞാനിപ്പം പറയണത് മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടാ. ഇവിടെ വന്ന് അമ്മയായിട്ട് ബന്ധപ്പെട്ട് അമ്മയിലൂടെയുള്ള അനുഭവങ്ങൾ പങ്കുവച്ചാലേ ആ വിഷമം നിങ്ങൾക്ക് മാറുള്ളൂ. അപ്പോഴേ ഇവിടെ വന്ന് അമ്മയായിട്ട് കാണണം, അമ്മയിലൂടെ പങ്കുവച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്ന് വെച്ചാൽ ഇത് എൻ്റെ അനുഭവം. ഞാൻ ഇവിടെ വന്നതുകൊണ്ടാണ് ഇത് മാറിയത്. അമ്മയിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എന്നെ കൊണ്ടുവന്ന ലതാ മാമി വീട്ടിൻ്റെ അടുത്ത് അവർക്ക് നന്ദിയുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് എന്നെ പൂർണ്ണമായിട്ട് മാറ്റിത്തരാമെന്ന് പറഞ്ഞ അമ്മയ്ക്കാണ് ഞാൻ കൂടുതൽ കടമപ്പെട്ടുള്ളത്. ഒരു കാലവും ഞാനിത് മറക്കൂല. ഇവിടെ വന്ന് അനുഭവത്തോടെ പഠിക്കുകയുള്ളൂ. ഇവിടെ വരണം. ഇവിടെ വന്നാലേ ഓരോരുത്തർക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഞാനിപ്പോൾ
പറയണ വെച്ചിട്ട് ആർക്കും മനസ്സിലാവില്ല. ഇവിടെ വന്നിട്ട് വിഷമവും ഓരോരുത്തരെ ബുദ്ധിമുട്ടുകൾ വന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് അമ്മ മാറ്റിത്തരും എന്നുള്ളത് എൻ്റെ അനുഭവത്തോടെ ഞാൻ പറയാണ്. ഇവിടെ വന്ന് പങ്കുവെക്കും നിങ്ങളെ വിഷമം, പൂർണ്ണമായിട്ട് അമ്മ മാറ്റിത്തരും. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കാലിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം എന്തുമാത്രം വിഷമം ഞാൻ ഈ അനുഭവിച്ചെന്നുള്ളത് ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പം എനിക്ക് അങ്ങനത്തെ യാതൊരു വിഷമവുമില്ല. ഞാനിപ്പോൾ എല്ലാവരുടെ കൂടെയും എനിക്ക് പുറത്ത് ഇറങ്ങാൻ പോലും എനിക്ക് വിഷമമായിരുന്നു. പക്ഷേ ഇപ്പം ആ വിഷമമെല്ലാം എനിക്ക് അമ്മയാണ് മാറ്റി തന്നത്. ഭാരതി അമ്മയിലൂടെയാണ് എൻ്റെ കാൽ ഇത്രയും പൂർണ്ണമായിട്ട് മാറ്റി തന്നത്. ഇനി മാറിത്തരും എന്ന് വെച്ചാൽ ഇത് ഈ ഒരു തഴമ്പ് പോലും ഇല്ലാതെ അമ്മ മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് മാറുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ കാൽ ആദ്യം ഇങ്ങനെ അല്ലായിരുന്നു, ഇപ്പം പകുതി കൂടുതൽ എൻ്റെ കാല് മാറിക്കഴിഞ്ഞു. അപ്പം മാറുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നന്ദി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.